ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്മൾ 2024 മോഡൽ എക്സാമിനേഷനിലെ ഡിസൊല്യൂഷനിലെ അതായത് റിയലൈസേഷനൊക്കെ പ്രിപ്പറേഷൻ ആ ക്വസ്റ്റ്യൻ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ 3 പാർട്ട്നേഴ്സ് ഉണ്ട്, റേഷ്യോ 2:2:1. ഇതിനൊരു ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ്ലി ഈ ബാലൻസ് ഷീറ്റ് വെരിഫൈ ചെയ്യാം. ലയബിലിറ്റി സൈഡ് ക്രെഡിറ്റേഴ്സ്, ദെൻ ജനറൽ റിസർവ്, ക്യാപിറ്റൽസ്. ദെൻ അസറ്റ് സൈഡ് ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, ഡെറ്റർ, ഫർണിച്ചർ ആൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി. നമ്മൾക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ദ ഡിസൈഡ് ടു ഡിസോൾവ് ദ പാർട്ട്ണർഷിപ്പ് ഓൺ ദി അബൌട്ട് ഡേറ്റ്. ദെൻ ദ അസറ്റ്സ് റിയലൈസ്ഡ് എന്ന് പറഞ്ഞാൽ അസറ്റുകൾ വിറ്റിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് 10% ഡിസ്കൗണ്ടിൽ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. റിയലൈസേഷൻ എക്സ്പെൻസസ്, ദെൻ അൺറെക്കോർഡ് അസറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ടേക്കൺ ഓവർ ബൈ അബു. സോ ദീസ് ആർ ദ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. പ്രിപ്പയർ റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാങ്ക് അക്കൗണ്ട്. നമുക്കറിയാം റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അസറ്റ് സൈഡിൽ അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യണം, എക്സ്ക്ലൂഡിങ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഈ ബാങ്ക് ബാലൻസ് മാറ്റി നിർത്തിയിട്ട് സ്റ്റോക്ക്, ഡെറ്റർ, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നിവ ഈ ബുക്ക് വാല്യൂവിൽ ട്രാൻസ്ഫർ ചെയ്യണം. ബുക്ക് വാല്യൂ മീൻസ് ദ വാല്യൂ ആസ് പെർ ദി ഓൾഡ് ബാലൻസ് ഷീറ്റ്, ദറ്റ് ഇസ് നോൺ ആസ് ബുക്ക് വാല്യൂ. സോ ദാറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. Transfer all the asset except cash at bank at its and all other assets at its book price. Next, liability side transfer the firstly realization debit സൈഡിലേക്ക് എല്ലാ അസറ്റുകളും ബുക്ക് വാല്യൂ ട്രാൻസ്ഫർ ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് ലയബിലിറ്റികൾ ട്രാൻസ്ഫർ ചെയ്യാം. എക്സ്റ്റേണൽ ലയബിലിറ്റികൾ മാത്രം ട്രാൻസ്ഫർ ചെയ്യുക. ചില ഫേം പുറത്ത് ആർക്കെല്ലാം കൊടുക്കാനുണ്ടോ അതാണ് എക്സ്റ്റേണൽ ലയബിലിറ്റി. സോ ട്രാൻസ്ഫർ ക്രെഡിറ്റേഴ്സ്. നമുക്കറിയാം നെക്സ്റ്റ് റിസർവ് ആണ്. റിസർവ് എപ്പോഴും ചെയ്യേണ്ടത് അത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകണം. അത് പാർട്ട്നേഴ്സിൻ്റെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. അടുത്തത് ക്യാപിറ്റൽ ബാലൻസ് ഇട്ടിട്ടുണ്ട്, അത് പോകേണ്ടത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഓപ്പൺ ബാലൻസുകളായിട്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ട്രാൻസ്ഫർ ഓൾ ദി അസറ്റ് അറ്റ് ഇറ്റ്സ് ബുക്ക് പ്രൈസ്. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു, എക്സ്റ്റേണൽ ലയബിലിറ്റി ക്രെഡിറ്ററിനെ ട്രാൻസ്ഫർ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അസറ്റ് റിയലൈസേഷനാണ്. അപ്പോൾ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ടു റിയലൈസേഷനാണ്. നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലെ ബൈ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്ന ആ അസറ്റ് റിയലൈസേഷൻ ഓരോന്ന് ഇൻഡിവിജ്വൽ ലിസ്റ്റ് ചെയ്തിട്ട് ആ എമൗണ്ട് ടോട്ടലി ബാങ്ക് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യാം. എളുപ്പത്തിൽ കുട്ടികൾ ഇങ്ങനെ മനസ്സിലാക്കുക. ഫസ്റ്റ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാം ബുക്ക് വാല്യൂവിൽ, ദെൻ ക്രെഡിറ്റ് സൈഡിലേക്ക് ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്തു, എക്സ്റ്റേണൽ ലയബിലിറ്റീസ് മാത്രം ട്രാൻസ്ഫർ ചെയ്തു. തേർഡ് സ്റ്റെപ്പായിട്ട് അസറ്റ് റിയലൈസ്ഡ് അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ടോട്ടൽ എമൗണ്ട്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം, ലയബിലിറ്റികൾ പേ ഓഫ് ചെയ്യണം. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ക്രെഡിറ്റേഴ്സാണ്. ക്രെഡിറ്റേഴ്സ് നമ്മൾ പേ ഓഫ് ചെയ്യുന്നത് 10% ഡിസ്കൗണ്ടാണ് വന്നിരിക്കുന്നത്. അതായത് 8,000 ക്രെഡിറ്റേഴ്സ് ഉണ്ട്, 10% കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ 8,000 മൈനസ് 10% 800. സോ കൊടുക്കേണ്ട എമൗണ്ട് 7,200 രൂപ. അതായത് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് ബാങ്ക് അക്കൗണ്ട് കൊണ്ട് കാണിക്കുക. ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ട് 7,200 കാണിക്കുക. ബ്രാക്കറ്റിൽ എന്താണ് ഐറ്റം എന്നുള്ളത് മാത്രം നോട്ട് ചെയ്ത് ക്രെഡിറ്റേഴ്സ് അത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ കൊടുത്തിട്ടേക്കാം. സോ ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് എടുത്തുമ്പോൾ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് എന്ന്. അത് 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 8,000 രൂപ ക്രെഡിറ്റിന് കൊടുക്കാനുള്ളത് 10% എന്ന് പറയുമ്പോൾ 800 രൂപ വരും. അത് കഴിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് പേയ്മെൻറ്റ് കൊടുക്കുക 7,200. നെക്സ്റ്റ് പറയുന്നത് റിയലൈസേഷൻ എക്സ്പെൻസ് 2,800 ആണ്. അത് പേയ്മെൻറ്റ് എടുത്തുമ്പോൾ ജേണൽ എൻട്രി അതായത് ഫേം റിയലൈസേഷൻ എക്സ്പെൻസ് മറ്റു ചെയ്യുകയാണെങ്കിൽ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. സോ ബാങ്ക് അക്കൗണ്ട് 2,800 വിത്തിൻ ബ്രാക്കറ്റ് റിയലൈസേഷൻ എക്സ്പെൻസസ്. നെക്സ്റ്റ് ദർ വാസ് ആൻ അൺറെക്കോർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് 5,000 വിച്ച് വർ ടേക്കൺ ബൈ അബു. അൺറെക്കോർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന ക്വസ്റ്റിൻ്റെ ബാലൻസ് ഷീറ്റ് ഇല്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, അസറ്റ്സിൽ കാണിക്കാത്ത ഇൻവെസ്റ്റ്മെൻറ്റാണ് അൺറെക്കോർഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് പാർട്ട്ണർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ജേണൽ എൻട്രി വരുന്നത് അബൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റാച്ച് ടു റിയലൈസേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ അബൂസ് ക്യാപിറ്റൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഇതിൽ നമ്മുടെ ഫസ്റ്റ് നമ്മൾ അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുക. അസറ്റുകൾ ബുക്ക് വാല്യൂവിൽ ട്രാൻസ്ഫർ ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്തു. തേർഡ് സ്റ്റെപ്പ് അസറ്റ് റിയലൈസ് ചെയ്തു. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെൻറ്റുകളാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കണം. പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റേഴ്സ് വെർ പെയ്ഡ് ഓഫ് 10% ലെസ്. അതായത് നമ്മൾ 8,000 രൂപ കൊടുക്കാനുള്ള സ്ഥലത്ത് 10% കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമ്മൾ എത്ര കൊടുക്കുന്നത്, ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റേഴ്സ് 7,200. ദെൻ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്
റിയലൈസേഷൻ എക്സ്പെൻസസ് വേർ ₹2,800. അത് ഫേം പേയ്മെൻറ്റ് എടുത്തുമ്പോൾ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോഴാണ് നമ്മൾ ടു ബാങ്ക് അക്കൗണ്ട് റിയലൈസേഷൻ എക്സ്പെൻസ് നെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ 2 അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. ദെൻ ലാസ്റ്റ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ് ടേക്കൺ ഓവർ ബൈ അബു എന്ന് പറയുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലെ ബൈ അബൂസ് ക്യാപിറ്റൽ എന്ന് കാണിച്ചേക്കാം. സോ ദീസ് ആർ ദ items. So first asset transfer book value, second liability transfer, then third asset realized, then fourth step payment of liabilities and realization expenses. So payment of liability ഇവിടെ creditors ആണ്. So creditors discount ആണ്. So 7,200. Then next to bank account realization expenses. Then fourth step ഏതെങ്കിലും അസറ്റുകൾ പാർട്ട്നേഴ്സ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണറിൻ്റെ പേരോടെ കൊടുക്കണം. അതായത് അവിടെ ക്യാപിറ്റൽ കൊണ്ട് കാണിക്കുക. സോ അബുവാണ് കൊണ്ടുപോകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, അത് അൺറെക്കോർഡഡ് ആണ്, എന്നാലും നമ്മൾ പാർട്ട്ണർ കൊണ്ടുപോകുമ്പോൾ അതവിടെ ക്രെഡിറ്റ് സൈഡിൽ രജിസ്ട്രേഷൻ ഓഫ് ക്രെഡിറ്റ് സൈഡിലായിട്ട് ബൈ അബൂസ് ക്യാപിറ്റൽ എന്ന് കാണിക്കാം. അപ്പോൾ നമ്മളിത് ടോട്ടൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡ് 64,500 വരുന്നുണ്ട്, ഡെബിറ്റ് സൈഡ് 50,000 ഉള്ളൂ. അപ്പോൾ രജിസ്ട്രേഷനോട് ക്രെഡിറ്റ് സൈഡ് കൂടിയ പ്രോഫിറ്റും ഡെബിറ്റ് സൈഡ് കൂടിയ ലോസാണ്. അപ്പോൾ നമുക്ക് ഈ സൈഡ് കൂടുതലുണ്ട്. അപ്പോൾ ഇത് പ്രോഫിറ്റാണ്. ഈ പ്രോഫിറ്റിനെ പറയും റിയലൈസേഷൻ പ്രോഫിറ്റ് എന്ന് പറയും. നമുക്കൊരു 14,500 റിയലൈസേഷൻ പ്രോഫിറ്റ് ഉണ്ട്. ഇത് ചെയ്യേണ്ടത് ആ 3 പാർട്ട്നേഴ്സിനും ആ റേഷ്യോയുടെ ഡിവൈഡ് ചെയ്തിട്ടേക്കാം. സോ നമ്മളുടെ റിയലൈസേഷൻ പ്രോഫിറ്റിനെ 3 പാർട്ട്നേഴ്സിനും 2:2 റേഷ്യോ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ജേണൽ എൻട്രി ഇവിടെ വന്നിട്ടുണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് ടു അബൂസ് ക്യാപിറ്റൽ, ബാബൂസ് ക്യാപിറ്റൽ ടു ചാക്കോസ് ക്യാപിറ്റൽ. അപ്പോഴാണ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിലായിട്ട് ബൈ റിയലൈസേഷൻ അക്കൗണ്ട് പറഞ്ഞുകൊണ്ട് ഈ എമൗണ്ട് കാണിക്കുന്നത്. നെക്സ്റ്റ് നമുക്കിവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കാം. ക്രെഡിറ്റ് സൈഡ്, ഡെബിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡിൽ പാർട്ട്നേഴ്സിന് ആ ഫേമിൽ നിന്ന് എന്തെല്ലാം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ആ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് കൂട്ടുന്ന ഐറ്റംസിലാണ് ക്രെഡിറ്റ് സൈഡിലും അത് കുറയ്ക്കുന്ന ഐറ്റംസിലാണ് ഡെബിറ്റ് സൈഡിലും വരും. അപ്പോൾ ഇതിൽ ഈ കേസിൽ നമ്മളുടെ ഓപ്പണിംഗ് ബാലൻസുകൾ 20,000, 8,000 ആൻഡ് 4,000. ദെൻ റിസർവ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തപ്പോൾ അത് 4,000 ആൻഡ് 2,000. അടുത്തത് റിയലൈസേഷൻ പ്രോഫിറ്റ് കിട്ടിയപ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. 5,800, 5,200, 2,900. അതായത് നിങ്ങൾ ഈ സൈഡിൽ എന്ത് എഴുതിയാലും നമ്മുടെ ക്യാപിറ്റൽ കൂടുന്ന ഐറ്റംസ് എല്ലാം ആ പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ ഇൻകം കൂടുന്ന അയാളുടെ ക്യാപിറ്റൽ എമൗണ്ട് കൂടുന്ന ഐറ്റംസ് എല്ലാം തന്നെ ഈ സൈഡിൽ നോട്ട് ചെയ്യാം. ദെൻ ഡെബിറ്റ് സൈഡിലേക്ക് ഐറ്റം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അബു എന്ന് പറഞ്ഞ പാർട്ട്ണർ ഒരു അസറ്റ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ജേണൽ എൻട്രി അബൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു റിയലൈസേഷനാണ് ജേണൽ എൻട്രി വരുന്നത്. അപ്പോൾ അബൂസ് ക്യാപിറ്റൽ ടു റിയലൈസേഷൻ ഒന്ന് പോസ്റ്റ് ചെയ്യണം. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ആൾക്ക് നമ്മൾ ഇത്രയും രൂപ കൊടുക്കാനുണ്ടെങ്കിൽ, അതായത് ഇയാൾ ഓപ്പണിംഗ് ബാലൻസ് 20,000 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ അയാൾക്ക് എന്താ 5,000 രൂപ നമ്മൾ കുറച്ച് കൊടുത്താൽ മതി. കാരണം അതിന് പകരമായിട്ട് ഈ 5,000 രൂപ ഇക്വലൻ്റ് ഒരു അസറ്റ് ഇയാൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ജേണൽ എൻട്രി അബൂസ് ക്യാപിറ്റൽ റിയലൈസേഷൻ പോസ്റ്റ് ചെയ്യുമ്പോൾ അബൂസ് ക്യാപിറ്റൽ ടു റിയലൈസേഷൻ ഒന്ന് പോസ്റ്റ് ചെയ്യും. അടുത്ത സ്ഥലത്ത് നമുക്കത് അക്കൗണ്ട് ബാലൻസിങ് അല്ല, എത്ര എമൗണ്ട് ഇവിടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടോ അത് കൊടുത്ത് തീർക്കണം. നെക്സ്റ്റ് നമ്മളെ അക്കൗണ്ടിൽ ബാലൻസ് വരുന്നത് 29, അതായത് 24,800 അബൂസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ, 17,700 ബാബു ആൻഡ് സി 8,900 അതവിടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ കൊടുത്തേക്കാം. ദാറ്റ് മീൻസ് ഇവിടെ അബൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ അബുവിന് കൊടുക്കാനുള്ള എമൗണ്ട് നമ്മൾ ബാങ്ക് ത്രൂ പേയ്മെൻറ്റ് കൊടുത്തു. സോ അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ്, റിസർവ്, റിയലൈസേഷൻ പ്രോഫിറ്റ്, ഡെബിറ്റ് സൈഡിൽ ദെൻ പാർട്ട്ണർ അസറ്റ് കൊണ്ടുപോകുമ്പോൾ റിയലൈസേഷൻ അബൂസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു റിയലൈസേഷൻ. സോ അബൂസ് ക്യാപിറ്റൽ ടു റിയലൈസേഷൻ അക്കൗണ്ട് നിന്ന് പോസ്റ്റ് ചെയ്തേക്കാം. നെക്സ്റ്റ് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് നമ്മുടെ സെയിം ആസ് എ ക്യാഷ് അക്കൗണ്ട്. ഇത് റിസീപ്റ്റ് സൈഡ്, പേയ്മെൻറ്റ് സൈഡ്. തുടങ്ങേണ്ടത് എത്ര എമൗണ്ട് ബാങ്കിൽ ബാലൻസ് ഉണ്ടോ ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ബിസിനസ്സിലേക്ക് എന്തെല്ലാം എമൗണ്ട് വന്നിട്ടുണ്ടോ അതെല്ലാം റിസിപ്റ്റ് സൈഡിൽ നോട്ട് ചെയ്യുക. ഇവിടെ എന്തെല്ലാം പേയ്മെൻറ്റ് പോയിട്ടുണ്ടോ അതെല്ലാം പേയ്മെൻറ്റ് സൈഡിൽ നോട്ട് ചെയ്തേക്കാം. ഇതിൽ ഓപ്പൺ ബാലൻസ് 10,000 ഉണ്ട് ബാങ്കിൽ. ദെൻ അടുത്ത ഐറ്റം നമുക്ക് ആകെ ഇതിൻ്റെ അകത്ത് കിട്ടാനുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ റിസിപ്റ്റായിട്ട് വരുന്നത് അസറ്റ് റിയലൈസ്ഡ് ആണ്. അത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. എങ്ങനെയാണ് ബൈ ബാങ്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് റിയലൈസേഷൻ എന്നാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ടു റിയലൈസേഷൻ അക്കൗണ്ട് ബ്രാക്കറ്റിൽ ഐറ്റം അസറ്റ് റിയലൈസ്ഡ് ₹51,500. അടുത്ത് നമ്മൾ പേയ്മെൻറ്റ് സൈഡ് നോക്കാം. പേയ്മെൻറ്റ് സൈഡ് ക്രെഡിറ്റേഴ്സ് 7,200. ഇത് റിയലൈസേഷൻ എക്സ്പെൻസ്, അതുപോലെ തന്നെ നമ്മൾ പാർട്ട്നേഴ്സിന് കൊടുത്ത പേയ്മെൻറ്റുകൾ. അപ്പോൾ ഇത് ഈ പോസ്റ്റ് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്തപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിട്ട് നമ്മളൊരു ഐറ്റം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ടു ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ജേണൽ എൻട്രി എന്ന് പറയുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ്. ബാങ്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ബൈ റിയലൈസേഷൻ അക്കൗണ്ട് 7,200.
അതുപോലെ തന്നെ റിയലൈസേഷൻ എക്സ്പെൻസ് പേയ്മെൻറ്റ് നടത്തിയപ്പോൾ നമ്മളൊരു ജേണൽ എൻട്രി വന്നിരിക്കുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റ ടു ബാങ്ക് എന്നാണ്. ഇവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ ബൈ റിയലൈസേഷൻ അക്കൗണ്ട്. അതുപോലെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ലോൺ നമ്മൾ ചെയ്തപ്പോൾ അതിൻ്റെ ബാലൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ആ ജേണൽ എൻട്രി അബൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ ടു ബാങ്ക് എന്നാണ്. സോ അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ വരുമ്പോൾ ബൈ അബൂസ് ക്യാപിറ്റൽ, ബൈ ബാബൂസ് ക്യാപിറ്റൽ, ബൈ ചാക്കോസ് ക്യാപിറ്റൽ എന്ന് വരും. അങ്ങനെയാണ് അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂ വരുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. അല്ലാതെ എന്ത് ചെയ്യാൻ എളുപ്പത്തിൽ ഓപ്പൺ ബാലൻസ് നോട്ട് ചെയ്ത് കിട്ടിയ എമൗണ്ടുകൾ ഇവിടെ നോട്ട് ചെയ്തേക്കുക. എന്തെല്ലാം കൊടുത്തിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് കൊടുത്തു, അതുപോലെ റിയലൈസേഷൻ എക്സ്പെൻസ് പേയ്മെൻറ്റ് കൊടുത്തു, അതുപോലെ പാർട്ട്നേഴ്സിന് പേയ്മെൻറ്റ് കൊടുത്തു. ലാസ്റ്റിൽ ഇത് ടാലി ആവണം. സോ ബാങ്ക് അക്കൗണ്ട് ടോട്ടൽ 61,500. ഓപ്പൺ ബാലൻസ്, റെക്കോർഡ് ഓൾ ദ റെസിപ്റ്റ് ഇയർ and all the payments, creditors payment, realization expenses and payment to the partners.